കൊണ്ടുവന്ന് സീത മായാസീതയാണെന്നും നിങ്ങൾ എന്ത് മനസ്സിലാക്കി? അവൻ പോയിരിക്കുകയാണ് നികുംഭയിൽ തപസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എത്രയും വേഗം ഹോമം മുടക്കിയാൽ അവനെ കൊല്ലാൻ സാധിക്കും, അല്ലെങ്കിൽ അജയ്യ ശക്തി അവൻ നേടും, പിന്നെ കൊല്ലാൻ സാധിക്കില്ല. ഇത് കേട്ടതും എല്ലാവരും ഉണർന്നു. ശ്രീരാമസ്വാമി കോദണ്ഡം കയ്യിലെടുത്തു. മേഘനാഥനെ കൊല്ലാൻ പുറപ്പെടുമ്പോ വിഭീഷൺ പറഞ്ഞു, സ്വാമിൻ നിൽക്കൂ, അങ്ങ് വിശ്രമിക്കൂ, ലക്ഷ്മണകുമാരൻ കൂടെ വരട്ടെ. ഉടനെ പറഞ്ഞു, അയ്യോ, ലക്ഷ്മണനെ ഞാൻ വിടില്ല. അത്ര ശക്തിയുണ്ട് ആർക്ക്? മേഘനാഥൻ. ഇന്ദ്രനെ തോൽപ്പിച്ച് കെട്ടിയിട്ട ശക്തി അയാൾക്കുണ്ടെങ്കിൽ അതുകൊണ്ട് മേഘനാഥനെ കൊല്ലാൻ ഞാൻ ലക്ഷ്മണനെ പറഞ്ഞയക്കില്ല. എനിക്ക് ലക്ഷ്മണൻ പോയാൽ സീതയും വേണ്ട, അയോധ്യയും വേണ്ട. അതുകൊണ്ട് ലക്ഷ്മണനെ ഞാൻ ഒരിക്കലും പറഞ്ഞയക്കില്ല. ഇത് കേട്ടപ്പോൾ ശ്രീരാമസ്വാമിയോട് വിഭീഷണൻ പറയാണ്, സ്വാമി ക്ഷമിക്കണം, അങ്ങയ്ക്ക് മേഘനാഥനെ കൊല്ലാൻ സാധ്യല്ല എന്ന്. ശ്രീരാമസ്വാമി എപ്പോഴാ മനസ്സിലാക്കുന്നത്? അവതാരമൂർത്തിയെ തനിക്ക് പോലും കൊല്ലാൻ പറ്റാത്ത അസുര വംശക്കാർ അല്ലെങ്കിൽ രാക്ഷസ പ്രഭൃതികൾ ഇവിടെ ഉണ്ട് എന്ന് ചോദിച്ചു. എന്താ വിഭീഷണൻ അങ്ങനെ പറയുന്നത്? എന്റെ കോദണ്ഡത്തിന് ഇരയാവാത്ത ഒരു രാക്ഷസൻ ഇവിടെ ഉണ്ടെന്നോ? എന്താ അവിടുന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. സ്വാമി, ഈ മേഘനാഥനെ കൊല്ലാൻ 12 വർഷം രാത്രി ഉറക്കൊഴിഞ്ഞ ഒരാൾക്കേ പറ്റുള്ളൂ എന്ന്. 12 വർഷം രാത്രി ഉറക്കൊഴിഞ്ഞ ഒരാൾക്ക്. ശ്രീരാമസ്വാമിയുടെ കണ്ണുകളിൽ നിന്ന് വെള്ളം വന്നു എന്നാണ്, കരഞ്ഞുപോയി എന്നാണ്. തനിക്ക് വേണ്ടി ലക്ഷ്മണൻ 12 വർഷം രാത്രി ഉറങ്ങിയിട്ടില്ല. അതുകൊണ്ടുണ്ടല്ലോ ശ്രീരാമസ്വാമി പറയും, എനിക്ക് 100 സീതയെ കിട്ടും, പക്ഷെ ഒരു ലക്ഷ്മണനെ കിട്ടില്ല. ഉത്തരരാമായണത്തിൽ നിങ്ങൾക്ക് കാണാം, ഒരു മുനി വരും, ആദ്യം യമരാജാവ് വരും, എന്നിട്ട് പറയും രഹസ്യം, മുനിവേഷത്തിലാ വരിക, രഹസ്യം പറയാനുണ്ട്, ആരും കേൾക്കരുത് എന്ന്. വിഭീഷണനെ കാവല് നിർത്തും. ആരെങ്കിലും ഞങ്ങൾ രഹസ്യം പറയുന്ന സമയത്ത് കയറി വന്നാൽ കൊല്ലുമെന്ന് രാമനെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിക്കും. യമരാജാവ് മുനിവേഷത്തിൽ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ദുർവാസ മഹർഷി കയറി വരികയാണ്. മഹർഷി തടഞ്ഞു നിർത്താൻ പറ്റുമോ? ലക്ഷ്മണൻ അകത്ത് കയറി ശ്രീരാമസ്വാമിയോട് പറയാണ്, ജ്യേഷ്ഠ, ദുർവാസ മഹർഷി കാത്തിരിക്കുന്നു എന്ന്. ഉടനെ യമരാജാവ് എണീറ്റുകൊണ്ട് പറഞ്ഞു, രാജൻ എനിക്ക് തന്ന വാക്കങ്ങ് പാലിക്കണം എന്ന്. ശ്രീരാമസ്വാമിക്ക് മനസ്സിലായി, ഇപ്പോ കൊല്ലേണ്ടത് സ്വന്തം സഹോദരനെയാണ്. മഹർഷിമാരോട് ചോദിക്കും എന്താ ഉപായെന്ന്. കൊല്ലുന്നതിന് തുല്യമാണ് ഭ്രഷ്ട് കൽപ്പിക്കുക. ശ്രീരാമസ്വാമി രാജ്യഭ്രഷ്ട് ഏറ്റതും പിറ്റേ ദിവസം രാമനും കൊട്ടാരം ഉപേക്ഷിക്കുകയാണ്. ലക്ഷ്മണനില്ലെങ്കിൽ പിന്നെ എനിക്ക് ജീവിക്കാൻ സാധ്യമില്ല എന്നാണ്. അത്രമാത്രം ത്യാഗത്തിന്റെ മൂർത്തി രൂപമായിരുന്നു ആര്? ലക്ഷ്മണൻ. ഇന്ന് ഭാരതത്തിന് ത്യാഗ സംസ്കാരം കുറഞ്ഞ് ഭോഗസംസ്കാരം കൂടിയപ്പോഴാണ് സാഹോദര്യ ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും ശിഥിലമായത്. ഒരു ബന്ധത്തിന്റെ ദൃഢത എന്ന് പറയുന്നത് തന്റെ സുഖത്തെ ത്യാഗം ചെയ്ത് മറ്റൊരാൾക്ക് സുഖമുണ്ടാവണേ എന്ന് വിചാരിക്കുമ്പോഴാണ്. തേന തെക്തേന പുഞ്ചീതാമാകൃത കസ്യ സിദ്ധനം. എന്റെ സുഖത്തെ ഞാൻ ത്യാഗം ചെയ്യുന്നു എന്ന്. മറ്റൊരാൾക്ക് സുഖമുണ്ടാവണേ, മറ്റൊരാൾക്ക് സുഖമുണ്ടാവണേ എന്ന്. ഇത് നമ്മൾ അടിമപ്പെട്ടുപോയി. നമ്മൾ എവിടെ ചെന്നാലും ഉണ്ടല്ലോ, ഞാൻ ഫസ്റ്റ്, ഞാൻ ഫസ്റ്റ്, ഞാൻ ഫസ്റ്റ് എന്നുള്ള മത്സരത്തിലാണിപ്പോ. നമ്മളെപ്പോഴും മനസ്സുകൊണ്ട് പറയേണ്ടത് മറ്റുള്ളവരാദ്യം, മറ്റുള്ളവരാദ്യം, മറ്റുള്ളവരാദ്യം. അവർക്ക് സുഖം കിട്ടിയാൽ എനിക്ക് സുഖമായി. ഇത് പറയാൻ നമുക്ക് സാധിക്കണം. എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയുണ്ടല്ലോ, അവിടെ തിക്കും തിരക്കും ഒരിക്കലും ഉണ്ടാവില്ല. ഉണ്ടാവോ? നമ്മുടെ ചാപ്പാടിന്, അമ്പലങ്ങളില്, ഓരോ സന്ദർഭങ്ങളിൽ നമ്മളെ ശ്രദ്ധിക്കണം, വളരെ വളരെ ശ്രദ്ധിക്കണം. ഞാൻ ഈവൻ സപ്താഹങ്ങൾക്ക് പോലും ഉണ്ടല്ലോ, പലപ്പോഴും നമുക്ക് തോന്നും ചിലരൊന്നും ഭക്ഷണം കഴിക്കാത്ത പോലെ വരിക. കാണുമ്പോൾ സങ്കടം തോന്നും. ജീവിതത്തിലൊന്നും കഴിക്കാറല്ലേ ഇവര് എന്നുള്ളത്. ഞാൻ പറയുമ്പോഴല്ലോ, രാമരാജ്യത്തിൽ നിയമങ്ങളുടെ ആവശ്യമില്ല, ഒരു നിയമങ്ങൾ ആവശ്യമില്ല. കാരണം എല്ലാവരും ഒരു ഉന്നത സംസ്കാരത്തിൽ ജീവിക്കും, മറ്റൊരാളുടെ വിഷമം മനസ്സിലാക്കും, മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കില്ല. അങ്ങനെ മറ്റൊരാളെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുമ്പോ അവിടെ നിയമങ്ങളുടെ യാതൊരു ഇന്ത്യൻ പീനൽ കോഡിന്റെയും CRPCയുടെയും ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെയും മിലിറ്ററി റൂളുകളൊന്നും വേണ്ടി വരില്ല.
മൃഗങ്ങളുടെ ഇടയിൽ പോലീസും പട്ടാളവും ഇല്ലാത്തതിന് കാരണം അവർക്ക് പ്രകൃതി അനുവദിച്ച സ്വാതന്ത്ര്യത്തിൽ മാത്രമേ ജീവിക്കാൻ അനുവദിച്ചിട്ടുള്ളവരെ. എന്നാൽ മനുഷ്യന് സ്വാതന്ത്ര്യം തന്നതുകൊണ്ട്, ചിന്തയിലും പ്രവൃത്തിയിലും സ്വാതന്ത്ര്യം തന്നതുകൊണ്ട് അവൻ എന്ത് വികടത്തരവും ചിന്തിക്കാനും സാധിക്കും, എന്ത് തോന്നിയതും പ്രവർത്തിക്കാനും സാധിക്കും. അതുകൊണ്ട് നമ്മളെ കടിഞ്ഞാണിടാൻ നിയമങ്ങളും ആ നിയമങ്ങളെ എൻഫോഴ്സ് ചെയ്യാൻ പോലീസും പട്ടാളവും ഒക്കെ വേണ്ടി വരണം. ശരിയല്ലേ? ആരാ ഈ പോലീസിനെയും പട്ടാളത്തിനെയും ഒക്കെ ഉണ്ടാക്കുന്നത്? നോക്കൂ, ഈ മനുഷ്യൻ നമ്മളെത്ര വിഡ്ഢികളാണെന്ന്. ഓരോ രാജ്യത്തിന്റെയും നിങ്ങൾ അവരുടെ ബഡ്ജറ്റ് എടുത്ത് നോക്കൂ. നമ്മുടെ ഇന്ത്യൻ ബഡ്ജറ്റ് ഇപ്പൊ വരും. നമ്മളെ ബഡ്ജറ്റിന്റെ 45% നമ്മൾ ചെലവഴിക്കുന്നത് മിലിറ്ററി കാര്യത്തിന് വേണ്ടിയിട്ടാണ്. നല്ലൊരു ശതമാനം പണം പോകുന്ന കോടികൾ, 45,000 കോടിയാണ് ചെലവഴിക്കുന്നത് ഒരു വർഷം. നമ്മൾ സംസ്കാരമില്ലാത്തതിന്, മറ്റൊരാളുടെ സംസ്കാരത്തെ നിയന്ത്രിക്കാനുള്ള പട്ടാളത്തിന് വേണ്ടിയിട്ട്. എല്ലാവരും ഉന്നതമായ സംസ്കാരത്തിൽ ജീവിച്ചാൽ ആ 45,000 കോടി കൊണ്ട് എത്ര പാവങ്ങൾക്ക് വീട് വയ്ക്കാം, എത്ര ആളുകൾക്ക് ഊണ് കൊടുക്കാം, അല്ലേ? ഈ സംസ്കാരങ്ങളൊക്കെ മനുഷ്യൻ നശിപ്പിച്ച് അമ്പലത്തിൽ പോയിട്ടെന്ത് കാര്യം, പള്ളിയിൽ പോയിട്ടെന്ത് കാര്യം? ഞാൻ പറയുമ്പോൾ അമ്പലവും പള്ളിയല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് ആധ്യാത്മിക വിദ്യാലയങ്ങളാണ് വേണ്ടത്. കുട്ടിക്കാലത്തെ വാട്ട് ഈസ് ലൈഫ്, ഹൗ വി ഷുഡ് ലീവ്, എങ്ങനെ ജീവിച്ചാലാണ് എനിക്കും ഗുണമുണ്ടാവുക, മറ്റുള്ളവർക്കും ഗുണമുണ്ടാവുക എന്ന് വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് വേണം അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ പോവാൻ. ഈ തരത്തിലുള്ള സംസ്കാരങ്ങളൊക്കെ ഇന്ന് നമുക്ക് ഇല്ലാതെയായതുകൊണ്ടായിരിക്കാം നാം ഒരു വശത്ത് ശാസ്ത്രങ്ങളൊക്കെ ഉള്ളവരാണെങ്കിലും മറുവശത്ത് മൃഗങ്ങളിൽ നിന്ന് വലിയ മൃഗങ്ങളായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതാ രസം. അതാണ് ഒരു വലിയ തെറ്റ്. മൃഗീയ സംസ്കാരം നമ്മൾ പറയുമ്പോണ്ടല്ലോ, നമ്മളെക്കാളും മെച്യൂരിറ്റി മൃഗങ്ങൾക്കുണ്ട് പല കാര്യത്തിലും. നോക്കൂ, നിങ്ങൾ മൃഗങ്ങളുടെ ഇടയിൽ ഒരു ബലാത്സംഗം നിങ്ങൾ കേൾക്കില്ല, ഉണ്ടോ? മൃഗങ്ങൾ ഒരിക്കലും ചെറിയൊരു കുട്ടിയെ ബലാത്സംഗം ചെയ്യില്ല. സ്വന്തം അച്ഛനെ കൊല്ലുന്ന സംസ്കാരം അവരുടെ ഇടയിൽ നമ്മളെപ്പോലെയൊന്നുമില്ല. സ്വത്തിന് വേണ്ടിയിട്ടൊക്കെ അവർക്ക് വിധിച്ച ആഹാരാദികൾ കഴിച്ച് അവർ പ്രകൃതിക്കനുസരിച്ച് ജീവിച്ച് പ്രകൃതിയുടെ താളം തെറ്റിക്കാതെ അവർ ജീവിച്ച് അങ്ങനെ പോകുന്നു. എന്നാൽ നമ്മളല്ലേ പ്രകൃതിയുടെ താളങ്ങളൊക്കെ തെറ്റിക്കുന്നത്? അപ്പൊ നമ്മളെ മൃഗങ്ങളോടുകൂടി കമ്പയർ ചെയ്യണത് ശരിയാണോ? എങ്ങനെ കമ്പയർ ചെയ്യാൻ എനിക്ക് മനസ്സിലാവണില്ല. പക്ഷെ പൊതുവെ മനുഷ്യൻ കമ്പയർ ചെയ്യപ്പോഴും മൃഗീയ സംസ്കാരം എന്ന് പറയും. എന്തെങ്കിലും തെറ്റിയെന്ന് കണ്ടാല് മൃഗങ്ങൾ പറയും ഞങ്ങളുടെ പേര് നാണക്കേടാക്കരുത് എന്ന്. ശബരിമലയിൽ എഴുതി വെച്ചതുപോലെ വന്യമൃഗങ്ങളെ സൂക്ഷിക്കുക എന്ന്. ആനയുടെ അമ്മയോട് പറയാണ്, കണ്ടില്ലേ സീസണായാൽ കുറെ മൃഗങ്ങൾ വരും, അവരെ സൂക്ഷിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്ന്. നമുക്കുള്ള അത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണത്. സീസണായാൽ കുറെ വന്യമൃഗങ്ങൾ ഇവിടെ വരും, അവരെ നമ്മൾ നല്ലവണ്ണം സൂക്ഷിച്ചു കൊള്ളണം. കാരണം അവർ ശബരിമലയിൽ നിന്ന് പ്രസാദം മാത്രമല്ല കൊണ്ടുപോവുക, നമ്മളെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കൊമ്പും വലിച്ചു കൊണ്ടുപോവുക അവര് എന്ന്. അതുകൊണ്ട് ആ മൃഗങ്ങളെ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നമ്മുടെ നിലനിൽപ്പിന് നല്ലതാണെന്ന്. ഇതാണ് അവസ്ഥ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കൂ നിങ്ങൾ. ഞാൻ നല്ലവണ്ണം ത്യാഗ സംസ്കാരം ഉൾക്കൊണ്ട് ജീവിക്കണം. എല്ലാ സമയത്തും നമ്മളിത് മനസ്സിൽ പറയാം, മറ്റുള്ളവരാദ്യം, മറ്റുള്ളവരാദ്യം, മറ്റുള്ളവരാദ്യം. അങ്ങനെ ഓരോരുത്തരും പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നമ്മൾ അമ്മയെ ആദരിക്കുന്നത്? ഒരമ്മയോട് അച്ഛനേക്കാളും കൂടുതൽ ആദരവ് കാണിക്കുന്നത്? കാരണം ഭർത്താവിനെയും മക്കളെയും ഊണ് കൊടുത്ത് ഉറക്കിയതിന് ശേഷം പാവം അമ്മ എണീക്കുന്നു. എല്ലാവർക്കും വേണ്ടി നേരത്തെ എണീക്കുന്നു. അങ്ങനെ തന്റെ ജീവിതത്തിലെ സുഖങ്ങളെ ത്യാഗം ചെയ്ത് മറ്റുള്ളവർക്ക് സുഖം കൊടുക്കുമ്പോ അമ്മ ആദരണീയായിത്തീരുന്നു, അല്ലേ? അതുകൊണ്ടാണല്ലോ നമ്മൾ അറിയാതെ കൂടുതൽ കൂടുതൽ അമ്മയെ വിളിച്ചു പോകുന്നത്. ഇങ്ങനെ ഓരോരുത്തരും അമ്മമാരായി കഴിഞ്ഞാലോ പിന്നെ ലോകത്തിൽ എന്തിനാ നമ്മൾ പോലീസും പട്ടാളത്തിന്റെയും അത് അനുശാസനങ്ങളുടെയൊക്കെ കാര്യം? ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നീട് മേഘനാഥനെ കൊല്ലാൻ ലക്ഷ്മണസ്വാമി പോകുന്നു. ഘോരമായ യുദ്ധം. അവിടെ ചെന്ന് വിഭീഷണൻ കാണിച്ചു കൊടുക്കുകയാണ്, ഇതാണ് ലക്ഷ്മണ, എന്റെ സഹോദരനായ രാവണന്റെ പുത്രൻ മേഘനാഥൻ. തന്നെ കാണിച്ചു കൊടുത്ത വിഭീഷണനെ നോക്കിക്കൊണ്ട് പുത്രൻ പറയുന്ന, മേഘനാഥൻ പറയുന്ന വാക്കുകളുണ്ട്.
ഒറ്റിക്കൊടുത്തവനെ, ഞങ്ങളുടെ ചോറ് കഴിച്ച് ഞങ്ങളോട് നന്ദി കാണിക്കാത്തവനെ, നീയൊക്കെ കുലത്തിൽ പിറന്നവനാണോ എന്നൊക്കെ കുറെ ചീത്ത വിളിക്കുന്ന സമയത്ത് വിഭീഷണൻ പറയാണ്, ഒരച്ഛൻ തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ടും അത് തെറ്റാണെന്ന് മനസ്സിലാക്കി കൊടുക്കാതെ കുലത്തെ മുഴുവൻ നശിപ്പിച്ച ദ്രോഹി. ഒരച്ഛൻ തെറ്റ് ചെയ്യുമ്പോ പുത്രനെങ്കിലും പറഞ്ഞു കൊടുക്കണം, അച്ഛാ ചെയ്യുന്നത് തെറ്റാണ്, ഇതാണ് ഭാരതത്തിന്റെ സംസ്കാരം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അച്ഛൻ, ഇവിടെ ശ്രീരാമസ്വാമിയുടെ ചരിത്രത്തിൽ നോക്കി നമുക്ക് കാണാൻ സാധിക്കും, അച്ഛൻ തന്നെ പിടിച്ചുകെട്ടി രാജ്യം ഭരിക്കൂ എന്ന് രാമനോട് പറഞ്ഞിട്ടും അച്ഛൻ പറഞ്ഞതനുസരിക്കാതെ കൈകേയി മാതാവിന് കൊടുത്തിരിക്കുന്ന വാക്കുകളെ സത്യമാക്കി തീർക്കാൻ വേണ്ടി രാമൻ ഇറങ്ങിത്തിരിച്ചു എന്നാണ്. അച്ഛൻ ചെയ്ത തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാൻ ആർക്ക് സാധിക്കണം? പുത്രന് സാധിക്കണമെന്നാണ്. അച്ഛന്റെ മുഖത്തു നോക്കി തെറ്റുകൾ പറഞ്ഞ ആളുകളുണ്ട്. ഞാൻ പറഞ്ഞൊരു ഉപനിഷത്തിന്റെ കാര്യം, കഠോപനിഷത്ത്. ആ കഠോപനിഷത്തിൽ അച്ഛൻ യാഗം ചെയ്യുന്ന സമയത്ത് ദക്ഷിണ വയ്ക്കുമ്പോ നല്ലത് പുത്രൻ എടുത്തു വെച്ച് മോശമായത് ദക്ഷിണ കൊടുക്കുമ്പം അച്ഛനോട് ചോദിക്കുകയാണ്, എന്ത് സംസ്കാരമാണ് അച്ഛനുള്ളത്? അച്ഛാ, ദക്ഷിണ വയ്ക്കുമ്പോ ദാനം ചെയ്യുമ്പോ നല്ലത് മറ്റുള്ളവർക്ക് കൊടുക്കണ്ടേ? ഇതല്ലേ നമ്മുടെ സംസ്കാരം? ഇത് അച്ഛനോട് ചോദിക്കാൻ ധൈര്യം കാണിച്ച മക്കളുടെ സംസ്കാരമുള്ള ഭൂമിയാണ് ഇവിടെ. ഇത് പറയുന്നതിന് പകരം നീ അച്ഛന്റെ തെറ്റിന് കൂട്ടുനിന്ന് അന്യന്റെ ഒരു ഭാര്യയെ പ്രാപിക്കാൻ അച്ഛനെ സഹായിച്ച നീച കർമ്മം ചെയ്തവനാണ്, നിനക്കൊന്നും മാപ്പില്ല എന്ന് പറഞ്ഞ് ലക്ഷ്മണനോട് കൊല്ലാൻ പറയാണ്. ലക്ഷ്മണൻ യുദ്ധം ചെയ്ത് ഇന്ദ്രജിത്തിനെ കൊല്ലുന്നു. രാവണന്റെ ജീവിതത്തിലേറ്റ ഏറ്റവും വലിയ അടിയാണ് ഇന്ദ്രജിത്തിന്റെ മരണം. കുറെ പൊട്ടിക്കരയും. കാരണം ശക്തനായ പുത്രനാണ് തനിക്ക് നഷ്ടപ്പെട്ടത്. അതിനുശേഷം പിന്നീട് രാവണൻ ഉറക്കെ വിളിക്കുകയാണ്, നീ ആരുമില്ലേ യുദ്ധം ചെയ്യാൻ? അതിന്റെ അടുത്ത് ഇന്ദ്രനൊക്കെ വന്ന് സ്തുതിക്കും. അവിടുന്ന് നികുംബൻ കുംഭൻ എന്നൊക്കെ പറഞ്ഞ് കുറെ ആളുകളുണ്ട്, അവരൊക്കെ പോവും. പിന്നീട് രാവണൻ തന്നെ യുദ്ധത്തിന് പോവുകയാണ്. അങ്ങനെ രാവണനുമായിട്ടുള്ള യുദ്ധം, ഘോരമായ യുദ്ധം രാവണനുമായിട്ട് ചെയ്യും. രാവണൻ എന്ത് ചെയ്യും? തനിക്ക് തപസ്സിൽ നിന്ന് കിട്ടിയ ശൂലമെടുത്ത് തന്നെ ഒറ്റിക്കൊടുത്ത വിഭീഷണന്റെ നേരെ ശൂലം പ്രയോഗിക്കും. തങ്ങൾക്ക് സഹായം ചെയ്യുന്ന വിഭീഷണന്റെ നേരെ ശൂലം തെറിച്ചു വരുന്നത് കണ്ടപ്പോ ആ ശൂലത്തിൽ നിന്നും വിഭീഷണനെ രക്ഷിക്കും ലക്ഷ്മണകുമാരൻ. ആ ശൂലം വന്ന് ലക്ഷ്മണന്റെ മാറിൽ തറയ്ക്കും. ലക്ഷ്മണൻ വീണ്ടും വീഴും. ലക്ഷ്മണൻ വീണതോടുകൂടി വാനരന്മാരെല്ലാം പൊട്ടിക്കരയും. ശ്രീരാമസ്വാമി ഉടനെ പറയും, എല്ലാവരും ലക്ഷ്മണന് സഹായം സംരക്ഷണം കൊടുക്കൂ, പ്രൊട്ടക്ട് ചെയ്യൂ. ലക്ഷ്മണനെ രാവണനെ വിട്ടുകൊടുക്കും. രാവണൻ പിടിച്ചുകൊണ്ടുപോകാൻ നോക്കി, ലക്ഷ്മണനെ സമ്മതിച്ചില്ല. എങ്ങനെ പിടിച്ചു കൊണ്ടുപോകുന്നു? കോപം കൊണ്ട് ശ്രീരാമസ്വാമി എണീറ്റു, രാവണന്റെ നേരെ യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. പോകുന്നതിന് മുമ്പ് വാനരന്മാരൊക്കെ ഈ ശൂലം പിടിച്ചു വലിക്കാൻ നോക്കി, വരുന്നില്ലേ ശൂലം, അത്ര ശക്തിയിലാണ് തറച്ചിരിക്കുന്നത്. ശ്രീരാമസ്വാമി തന്നെ ആ ശൂലത്തെ പിടിച്ചു വലിച്ച് പുറത്തെടുത്തു. എന്നിട്ട് രാവണനോടുള്ള കോപം കൊണ്ട് യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ ശ്രീരാമസ്വാമി പറയാണ്, പറ്റുന്നില്ലേ യുദ്ധം ചെയ്യാൻ, കൈകൾ കുഴഞ്ഞു പോകുന്നു, കോദണ്ഡം താഴെ വീഴുന്നു. പണ്ട് അർജുനൻ പറഞ്ഞില്ലേ യുദ്ധക്കളത്തിൽ, എന്റെ കൈകളൊക്കെ തളരുന്നോ, മനസ്സ് തളരുന്നോ എന്ന് ചോദിച്ചു. എന്താണെന്ന്? ലക്ഷ്മണൻ മരിച്ചാൽ എനിക്ക് സീതയുടെ ആവശ്യമില്ല എന്നാണ്. ലക്ഷ്മണൻ വീണ് കിടക്കുമ്പോ എനിക്ക് കൈകളൊന്നും പൊങ്ങുന്നില്ലല്ലോ. അവൻ വീണ് കിടന്നിട്ട് ഞാൻ ആർക്ക് വേണ്ടി യുദ്ധം ചെയ്യണം? എനിക്ക് യുദ്ധവും വേണ്ട, സീതയും വേണ്ട, അയോധ്യയും വേണ്ട. ശ്രീരാമസ്വാമിയുടെ ആ ലക്ഷ്മണനോടുള്ള പ്രേമത്തെ കാണിക്കുകയാണ്. ഉടനെ തന്നെ ഹനുമാൻ സ്വാമിയോട് വീണ്ടും ജാമ്പവാൻ പറയും, ചാടിക്കോളൂ ഒന്നുകൂടിയെന്ന്, മരുന്ന് കൊണ്ടുവരണമെന്ന്. ആ പർവ്വതം എടുത്തുകൊണ്ടിരാൻ പറയും. അപ്പോഴും പർവ്വതം തന്നെ എടുത്തുകൊണ്ടിരും. സുഷേണൻ വന്ന് അതൊക്കെ ഒന്ന് വാസനിപ്പിക്കും. വീണ്ടും ആളുഷാറായി. കാരണം സുഷേണൻ നല്ല ഡോക്ടറാണേ. ശ്രീരാമസ്വാമിക്ക് ധൈര്യം കൊടുക്കാൻ വേണ്ടി ആദ്യം പറയുന്നത്, സ്വാമി ദുഃഖിക്കരുത്, തളരരുത്, നോക്കൂ ശരീരം നീല നിറം വന്നിട്ടുണ്ടോ നോക്കൂ. മരിച്ചു കഴിഞ്ഞാൽ അപ്പം നീല നിറം, ബ്ലഡ് ക്ലോട്ട് ചെയ്തില്ല എന്ന് പറയാണ്. ഒരു വാനരന് ശരീരത്തിന്റെ ആ ലക്ഷണം പറഞ്ഞു കൊടുക്കാൻ പറ്റിയെന്നാണ് ഗുരുവിനോട് രാവൺ ദേഷ്യപ്പെട്ടിട്ട് ആ മന്ത്രം ചോദിക്കുന്നത്. ഏതായാലും ഒരു മന്ത്രമൊക്കെ പറഞ്ഞു കൊടുത്തു. അദ്ദേഹം നികുംബയിൽ ഹോമം ചെയ്യാൻ. ഇത് വിഭീഷണൻ ദൂരെ നിന്ന് കണ്ടു പുക വരുന്നത്. ശ്രീരാമസ്വാമിയോട് പറഞ്ഞു, പുക വരുന്നുണ്ട്, പുക വരുന്നുണ്ട്, ഇവിടെ ഇരുന്ന് കണ്ട് നമ്മൾ ചർച്ച ചെയ്യല്ല വേണ്ട, ഇപ്പൊ തകർക്കണ ഹോമെന്ന്. എല്ലാവരും കൂടി അങ്ങോട്ട് ഓടി. വാനരന്മാർക്ക് എന്തെങ്കിലും തകർക്കണം എന്ന് കേട്ടാ നല്ല ഉത്സാഹം. ചാടി പുറപ്പെട്ടു അങ്കദനും കൂട്ടരും. അവിടെ ചെന്ന് നല്ല തമാശയാണ്.
ഹോമം ചെയ്യണം. ഓം ഭൂം എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളിങ്ങനെ സാധനങ്ങളുണ്ട്. വാനരന്മാര് എന്നിട്ട് ഇക്കിളിയാക്കാൻ നോക്കി ഇയാളെ, രാവണനെ. പിന്നെ അയാളുടെ കയ്യിലുള്ള സ്രുവം അത് വാങ്ങിയിട്ട് തലയ്ക്കൊന്ന് കൊടുത്തു. നെയ്യ് എടുത്തിട്ട് അയാളെ തലയിൽ ഒഴിച്ചു. പല വിധത്തിലും അയാളെ വിഘ്നം ഉണ്ടാക്കാൻ നോക്കിയിട്ട് പറയണു, രാവണനുമേതും ഇളക്കമുണ്ടായില്ല വിജയകാംക്ഷയാലേ. ജയിക്കണം എന്നുള്ളൊരൊറ്റ വാശി കൊണ്ട് അയാളുടെ തപസ്സിനൊരിളക്കുണ്ടായില്ല എന്ന്. ചിലർക്കുണ്ടല്ലോ സീരിയൽ കാണുമ്പോൾ അങ്ങനത്തെ ഒരു തപസ് വരും. ഇത് കണ്ടേ പോവുള്ളൂ എന്നുള്ളൊരു വാശി വരുമ്പോണ്ടല്ലോ കാല് മരവിച്ചാലും ഇരിക്കും. ചിലർക്ക് അങ്ങനെയാണ്, വേണ്ടാത്ത കാര്യത്തിൽ നല്ല തപസ് ഉണ്ടാവും. ഒരു 10 മിനിറ്റ് അതേ തപസ് ഭഗവാന്റെ അടുത്തിരുന്നാൽ എത്ര നല്ലതാ. ഒരു ഭാഗത്തിരുന്ന് നാമം ചെല്ലുമ്പോൾ മുട്ടുവേദന തുടങ്ങി, ഇന്ന് വേണ്ടാതെ തോന്നണമെന്ന്. മുട്ടുവേദന തുടങ്ങിയിട്ടുണ്ടാവില്ലേ, അവർക്ക് ആദ്യം തുടങ്ങാൻ തുടങ്ങി, ഫീൽ ചെയ്യാൻ തുടങ്ങി ഒരു ഭാഗത്തുനിന്ന് മുട്ടുവേദന കയറി വരുന്നുണ്ട് എന്ന്. ഇങ്ങനെയൊക്കെ നാമം ചൊല്ലൽ വേഗം നിർത്തുന്ന ആൾക്കാരുണ്ട്. പിന്നെ ചിലര് പിന്നെ ആദ്യം ആയാസകരമായിട്ട് അങ്ങോട്ടിരിക്കും, മുട്ടൊക്കെ നീട്ടി അങ്ങോട്ടിരിക്കും, നാരായണ നാരായണ കഴിഞ്ഞു. അത്ര ആയാസത്തിലിരുന്നാ പിന്നെ ഉറക്കാൻ വരിക, കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ രാവണന്റെ ആ തപസ് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു ഉത്കൃഷ്ടമായ കാര്യം നേടിയെടുക്കാൻ ബാഹ്യമായിട്ടുള്ള ഒരു തരത്തിലുള്ള പ്രതിബന്ധങ്ങളെയും നമ്മൾ വകവെക്കരുത് എന്ന്. അതൊരു കഠിനമായിട്ടുള്ള തന്നെയാണ്. അങ്ങനെ രാവണനെ ഇനിയിപ്പോ എന്താ ചെയ്യുക? അപ്പോഴാണ് ഹനുമാൻ സ്വാമി പറഞ്ഞത്, ഇവനെ നിങ്ങൾ എന്ത് ചെയ്താലും ഇവനൊന്നും സംഭവിക്കില്ല. പിന്നെയോ ഇവന്റെ ഭാര്യയെ പിടിച്ചു കൊണ്ടുവരുമെന്ന്. അങ്ങനെ പണ്ട് പാഞ്ചാലി വസ്ത്രാക്ഷേപം നടക്കുന്നുണ്ടല്ലോ, ആദ്യത്തെ വസ്ത്രാക്ഷേപം പാഞ്ചാലിയുടെ അല്ല നടന്നത്, മണ്ഡോദരിയുടെ വസ്ത്രാക്ഷേപ. വലിച്ചഴച്ചു കൊണ്ടുവന്നു മണ്ഡോദരിയെ. എന്നിട്ട് വസ്ത്രം വലിക്കാൻ തുടങ്ങി. കുരങ്ങന്മാർക്കുണ്ടോ വസ്ത്രം വലിക്കാൻ പ്രയാസം? അവരെല്ലാവരും കൂടി സാരിയുടെ മേലെ തൂങ്ങിയപ്പോ വാനരന്മാരെല്ലാം ചീത്ത പറയുന്നത് മണ്ഡോദരി, നാണം കെട്ടവൻ ഭർത്താവാണത്രേ. കണ്ടില്ലേ, എല്ലാവരും കൂടി എന്നെ മാനം കെടുത്തുന്ന സമയത്ത് ഇരുന്ന് ഹോമം ചെയ്യണോ? ആർക്ക് വേണ്ടിയിട്ടാണ് നീ ഹോമം ചെയ്യണത്? ആ രാമന്റെ ഭാര്യയും പിടിച്ചു കൊണ്ടുവന്ന് ഇപ്പൊ സ്വന്തം ഭാര്യയുടെ മാനം നശിപ്പിക്കുന്ന ദ്രോഹി, എണീക്കിടാവിടുന്നതെന്ന്. ആരോടോ പറയുന്ന പോലെയാണ് ഭർത്താവിനോട് പറയുന്നത്. രാവണ ഞെട്ടിപ്പോയി, ഇതൊക്കെ മണ്ഡോദരിയോ? ഇങ്ങനെ ജീവിതത്തിൽ ഒരിക്കലും പറയാത്തവള്. അന്ന് മനസ്സിലായി രാവണന് എന്നേക്കാളും ശക്തി ആർക്കുണ്ട്? മണ്ഡോദരിക്കുണ്ട്. ചിലർക്ക് അങ്ങനെയാണ്, ഭാര്യയുടെ ശക്തി മനസ്സിലാക്കാൻ കുറച്ച് കാലെടുക്കും. ഒരാള് ഒരു ഗുരുവിന്റെ അടുത്തെത്തി. ഈ സന്ദർഭത്തിൽ അത് പറയണമെന്നല്ല. അപ്പൊ അയാൾ ചോദിച്ചു ഗുരുവിനോട്, ഈ ശക്തി ഉണ്ടാവാൻ എന്താ വഴിയെന്ന് വെച്ചു. ഉപാസന ചെയ്താൽ മതിയെന്ന്. എനിക്കറിയില്ലല്ലോ ഈ ഉപാസന, നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് അറിയില്ല, എളുപ്പമായിട്ടുള്ള വല്ലതും പറഞ്ഞുതരുമോ? അദ്ദേഹം ഒരു വിഗ്രഹം കൊടുത്തിട്ട് പറഞ്ഞു, ഇതിനെ പൂജിച്ചാൽ മതി, എന്നാൽ നിങ്ങൾക്ക് ശക്തി കിട്ടുമെന്ന്. ഇയാള് വിഗ്രഹമൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഈ പൂജ തുടങ്ങി. വീട്ടിലൊരു ഭാഗത്ത് താഴെ വെച്ച് നിലത്ത് നന്നായിട്ട് പട്ടൊക്കെ വിരിച്ച് വിഗ്രഹമൊക്കെ വെച്ച് ചില മന്ത്രങ്ങളൊക്കെ അയാൾ പറഞ്ഞു കൊടുത്തിരുന്നു. ആ മന്ത്രങ്ങളൊക്കെ പറഞ്ഞ പ്രകാരം പൂജ തുടങ്ങി. പൂജ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു എലി അവിടെ വന്നു. എന്നിട്ട് ഇയാൾ പൂജയ്ക്ക് വെച്ച പഴവും ലഡുവും അതെടുത്ത് അടിച്ചു. അപ്പൊ ഇദ്ദേഹത്തിന്റെ മനസ്സ് പറയുകയാണ്, ഞാൻ പൂജിക്കുന്ന വിഗ്രഹം എനിക്ക് ശക്തി തരുന്നപ്പ സ്വാമി പറഞ്ഞത്, അപ്പൊ ഈ വിഗ്രഹത്തിനേക്കാൾ ശക്തി ഞാൻ നോക്കി എലിക്കല്ലേ ഉള്ളത്. ഇയാൾ ആ വിഗ്രഹം എടുത്തിട്ട് എന്ത് ചെയ്തു? ഒരു പുഴയിൽ കൊണ്ട് വലിച്ചെറിഞ്ഞു. നാളെ മുതൽ വിഗ്രഹം പൂജിക്കുന്ന പ്രശ്നമില്ല. എലിയുടെ മാളത്തിൽ നല്ലവണ്ണമൊക്കെ കുങ്കുമപ്പൊടിയും മറ്റൊക്കെ എടുത്തിട്ടൊന്ന് കോലൊക്കെ ഇട്ട് ഒരു മാലയൊക്കെ ചാർത്തി അതിന്റെ അടുത്ത് ഒരു വിളക്കൊക്കെ കൊളത്തി വെച്ച് പഴമൊക്കെ വെച്ച് ഓം മൂഷികായ നമ, ഓം എലിക്കുട്ടായ നമ മന്ത്രങ്ങളൊക്കെ ചൊല്ലി എലിയെ പൂജിക്കാൻ തുടങ്ങി. 2-3 ദിവസം എനിക്ക് മനസ്സിലായില്ല ഇതെന്താ കാര്യം എന്നുള്ള. തന്റെ മാളത്തിന്റെ അടുത്തൊരു പൂജയൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ നോക്കിയപ്പോൾ ലഡു ഇതൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, ഇതൊക്കെ അടിക്കാൻ തുടങ്ങി. ക്രമേണ എന്ത് കിട്ടി ചോദിച്ചു കഴിഞ്ഞാല് ഒരു ഗുണം ഉണ്ടായി. എന്താ ഗുണം? എലിക്ക് മനസ്സിലായി ഇയാളെ നമ്മുടെ സുഹൃത്താണെന്ന്. അങ്ങനെ എലി വന്ന് പഴമൊക്കെ അടിക്കുന്നത് കണ്ടപ്പോ ഒരു ദിവസം അവിടുത്തെ പൂച്ച നോക്കി, ഇവൻ അങ്ങനെ സുഖിക്കുന്നു, ഇത് നേരെയാവില്ല, ഞാൻ ഈ വീട്ടിലൊരു ഗസ്റ്റായിട്ട് എന്നെ മൈൻഡ് ചെയ്യാതെ ഒരു മാളത്തിലുള്ള എലിയാള് ആദരിക്കണമെന്ന്. ഒരു ദിവസം പൂച്ച പതുങ്ങി അവിടെ നിന്നു. എലി ഇങ്ങനെ വന്ന് പഴം കഴിക്കുന്ന നേരത്തെ ഒരൊറ്റ ചാട്ടം കടിക്കലും പിടിക്കലും ഓടല്ലോ. ഇത് കണ്ടപ്പോൾ അയാൾക്ക് പൂച്ചയോട് വെറുപ്പല്ല തോന്നിയത്, പൂച്ചയോട് ആദരവ് തോന്നി. എന്നിട്ട് പൂച്ചയോട് ആദരവ് തോന്നിയിട്ട് അന്ന് നിശ്ചയിച്ചു, എലിയേക്കാളും ശക്തി പൂച്ചയ്ക്കാണ്.
പിന്നെ പൂച്ചയെ നന്നായിട്ടൊക്കെ തുടപ്പിച്ച് വൃത്തിയാക്കി. ഭാര്യയ്ക്കും വലിയ സന്തോഷമായി, കാരണം അത് കുളിക്കാറേ ഇല്ല. അത് ഒരു പൊട്ടൊക്കെ തൊടിപ്പിച്ച് പൂച്ചയെ ഒരു ഭാഗത്ത് പിടിച്ചു നിർത്തിയിട്ട് ഓം മാർജാരായ നമ, ഓം വെളുത്ത പൂച്ചയായ നമ. പൂച്ച വെളുത്തതാ. അങ്ങനെ പൂച്ച പൂജ തുടങ്ങി. അതിന് പാലൊക്കെ കൊടുത്ത് അതിനെങ്ങനെ പൂജിക്കാൻ തുടങ്ങിയപ്പോ വീട്ടിലെ പട്ടിക്ക് ഇത് കണ്ടിട്ട് അസൂയ തോന്നി. ഞാൻ കാവല് നിൽക്കണം, എന്നിട്ട് എന്നെക്കാളും ഇതിനെയാണോ പൂജിക്കുന്നത്? ഒരു ദിവസം ഒരൊറ്റ ചാട്ടം പൂച്ചയുടെ മേല് കടിച്ചു വലിച്ചെറിഞ്ഞതിനെ. വിഷമം തോന്നിയില്ല. പൂച്ചയെക്കാളും ശക്തി പട്ടിക്ക്. അങ്ങനെ പട്ടിയെ തുടങ്ങി പൂജിക്കാൻ. ഓം പട്ടിയായ നമ, ഓം ശൗനകായ നമ, ശുനകായ നമ, ഓം റോസിയായ നമ. എന്റെ പേര് റോസി എന്നാണ്. അങ്ങനെ പൂജ തുടങ്ങി. അങ്ങനെ ആദ്യമൊക്കെ മുറ്റത്തായിരുന്നു പൂജ. പിന്നെ അത് മഴ പെയ്തപ്പം വീടിന്റെ വരാന്തയിലേക്ക് വെച്ചു. അതിങ്ങനെ കുടഞ്ഞപ്പം രോമൊക്കെ താഴെ വീഴും. ഒരു ദിവസം ഭാര്യയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കല്യാണി ചൂലെടുത്തുകൊണ്ട് ഒരൊറ്റയടി പട്ടിക്ക്. പട്ടി വേദനിച്ച് അവിടുന്ന് ഓടി. ഭാര്യ ചീത്ത പറഞ്ഞില്ല. മനസ്സിലായി, പട്ടിയേക്കാളും ശക്തി. ഭാര്യയെ കുളിപ്പിച്ചൊന്നും കൊടുത്തില്ല. ഒരു പൊട്ടൊക്കെ തൊടിപ്പിച്ച് ഭാര്യയുടെ കഴുത്തിലെ മാലയൊക്കെ കൊണ്ടിട്ട് ഭാര്യയെ ഓം ഭാര്യയായ നമ, കല്യാണിയെ നമ, ഓം സുമിത്രായ നമ എന്നൊക്കെ പറഞ്ഞു പൂജ. ഭാര്യ വിചാരിച്ചു തരക്കടില്ല എന്റെ ഭർത്താവ് എന്ന്. എങ്ങനെയൊക്കെ ഭർത്താക്കന്മാരെ കിട്ടുകയും വേണമെന്ന്. ഒരു ദിവസം പൂജ കഴിഞ്ഞാൽ പാല് കൊടുക്കണം ഭാര്യയ്ക്ക്. അന്ന് ഭാര്യ പാലെടുത്തു വെച്ചില്ല. ആ ദേഷ്യം കൊണ്ട് ഭാര്യയ്ക്ക് അങ്ങോട്ട് കൊടുത്തു. കൊടുത്തപ്പോഴയാൾക്ക് തോന്നിയത് ഭാര്യയെക്കാളും ശക്തി എനിക്കുണ്ട്. പിന്നെ തുടങ്ങി കേശവായ നമ. അയാളുടെ പേര് കേശവെന്നാ. എന്നിട്ട് അയാൾ എന്നെ കഴിക്കും. ഒരു ദിവസം വയറുവേദന വന്നപ്പോൾ ഇയാള് ഡോക്ടറെ കാണിക്കാൻ പോയപ്പോ ഡോക്ടർ ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത് ഇയാളെ കിടത്തി. അപ്പൊ ഇയാൾക്ക് മനസ്സിലായി ഡോക്ടർക്കാണ് ശക്തി എന്ന്. ഇങ്ങനെ ഇയാള് ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ നാളെ മുതൽ ഞാൻ പൂജിക്കാൻ വരുന്നുണ്ടെന്ന്. അല്ല പൊട്ട, എന്നെയല്ല പൂജിക്കേണ്ടത്, ഇതാ ഇവിടെയാണ് പൂജിക്കേണ്ടത് എന്ന്. എവിടെ പൂജിക്കണം? ഈ വിഗ്രഹത്തെ ആത്മാവായി കണ്ടുകൊണ്ട് പൂജിക്കണം. ഡോക്ടർ പറഞ്ഞു കൊടുക്കുകയാണ്. ഏത് വിഗ്രഹത്തെ എന്ന്. അപ്പൊ അവിടെ ഒരു വിഗ്രഹം വെച്ചിട്ടുണ്ട്. അത് എവിടുന്ന് കിട്ടിയെന്ന്? പുഴയെന്ന് കിട്ടിയതാണെന്ന്. എന്ന് വെച്ചാൽ ഒരു വലിച്ചെറിയ സാധനമാണ് എടുത്തിട്ടാണ് ഡോക്ടർ കൊണ്ടുവച്ചിരിക്കുന്നത്. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. ഇപ്രകാരം ഈ രാവണൻ, അയാളുടെ ദൗർബല്യമായിരുന്നു ആര്? മണ്ഡോദരി. മാണ്ഡോദരിയെ വലിച്ചഴിച്ചതും രാവണന്റെ തപസ്സൊക്കെ പോയി. അവിടെ നിന്ന് മണ്ഡോദരിക്ക് ഒരു തത്വോപദേശം കൊടുത്തു. മണ്ഡോദരി, ദുഃഖത്തിന് കാരണം എന്താണെന്നറിയോ? ഞാനല്ല ദുഃഖത്തിന് കാരണം. എന്താണ്? അവനവന്റെ മനസ്സിന്റെ ദൗർബല്യമാണെന്ന് രാവണൻ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ രാവണൻ എന്ന് പറഞ്ഞാൽ അറിവില്ലാത്തവനല്ല. അറിവുണ്ടായിട്ടും ആ അറിവിൽ ജീവിക്കാത്തവരാണ് ആര്? രാവണന്മാര്. ലോകത്തിലുള്ളവർക്കൊക്കെ അറിവുണ്ട്, ഏത് ശരി ഏത് തെറ്റ് എന്ന്. എന്നിട്ടും തെറ്റിലൂടെ നടക്കുന്നവരാണ് മറ്റുള്ളവരെ വേദനിപ്പിച്ച് മൃഗീയമായി അവരെ ബുദ്ധിമുട്ടിച്ച് സുഖമനുഭവിക്കുന്നവരെയാണ് രാവണന്മാരെന്ന് പറയുന്നത്. ആ രാവണൻ പിന്നീട് ശ്രീരാമസ്വാമിയായിട്ട് യുദ്ധത്തിന് ചെല്ലുന്നു. ഘോരമായ യുദ്ധം. ശ്രീരാമസ്വാമിയായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ ഇടയ്ക്ക് വെച്ച് രാവണന്റെ സാരഥി രഥം തിരികെ പുറകോട്ടെടുക്കും. സാരഥിയോട് ചോദിക്കും, നീ എന്ത് ചതിയാ ചെയ്തത്? രാമനെ കൂട്ടു നിൽക്കണോ? നീ എന്നെ ഒറ്റിക്കൊടുക്കണോ എന്ന്. അല്ല സ്വാമി, സ്വാമി തളർന്നപ്പോ ഞാൻ രഥം പിൻവലിച്ചതാണ്. ഈ സന്ദർഭത്തിൽ അവിടേക്ക് കടന്നു വരുന്നു അഗസ്ത്യ മഹർഷി. ശ്രീരാമസ്വാമിയെ അനുഗ്രഹിച്ചുകൊണ്ട് പറയുന്നു, അങ്ങക്ക് വിജയിക്കാൻ ഞാനൊരു മന്ത്രോപദേശം ചെയ്യാമെന്ന്. അങ്ങനെയാണ് യുദ്ധഭൂമിയിൽ വെച്ച് ശ്രീരാമസ്വാമിക്ക് ആദിത്യ മന്ത്രം പറഞ്ഞു കൊടുത്തത്. വാൽമീകി രാമായണത്തിൽ വളരെ വിസ്തരിച്ച് പറയുന്നുണ്ട്. സൂര്യദേവനെ, ആദിത്യനെ സ്മരിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിച്ചുകൊണ്ട് തയ്യാറാവൂ. ദിവസവും രാവിലെ സൂര്യനെ സ്മരിക്കുന്നത് നല്ലതാണ്. ഗായത്രി മന്ത്രം നിങ്ങൾക്കറിയാം. എങ്കിലും നമ്മൾ ഉള്ളിൽ സൂര്യദേവന്റെ പ്രകാശം കണ്ടുകൊണ്ട് സൂര്യദേവനോട് പറയണം, എല്ലാവരെയും തന്റെ കിരണങ്ങളാൽ ഉണർത്തുന്ന ദേവ, എന്നെയും അന്ധകാരത്തിൽ നിന്ന് ആലസ്യത്തിൽ നിന്ന് ഉണർത്തിയാലും. എന്തൊരു ഭാവനയാണ് നോക്കൂ. അന്ധകാരത്തിൽ നിന്ന് എല്ലാവരെയും ഉണർത്തുന്ന ദേവനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ആലസ്യത്തിലും നിദ്രയിലും മുങ്ങി നിൽക്കുന്ന എന്നെ ഉണർത്തിയാലും ദേവ, എല്ലാവരെയും കിരണങ്ങളാൽ പുഷ്ടിപ്പെടുത്തുന്ന, എല്ലാവരെയും ആരോഗ്യമുള്ളതാക്കുന്ന ദേവ,
എന്റെ ഇന്നത്തെ ജീവിതം ആരോഗ്യമുള്ളതാക്കി തീർത്താലും, വളരെ ആരോഗ്യത്തോടെ ഐശ്വര്യത്തോടെ ഞാൻ ജീവിക്കാൻ എന്നെ അനുഗ്രഹിച്ചാലും, എപ്പോഴും നേതൃത്വം കൊടുക്കുന്ന ദേവ, മുന്നിൽ നേതൃത്വം കൊടുത്തുകൊണ്ട് പോകുന്ന ദേവ, എനിക്കും നന്മയുടെ മുന്നിൽ നിന്നുകൊണ്ട് സഞ്ചരിക്കാൻ, ആ നേതൃത്വം കൊടുക്കാൻ എനിക്ക് ശക്തി തന്നാലും ദേവ. ഇപ്രകാരം സൂര്യദേവനോട് ഉണർത്താനും ആരോഗ്യമുള്ളവനാക്കി നിലനിർത്താനും നന്മയിലേക്ക് നടക്കാൻ നയിക്കാനുള്ള ശക്തി തരാനും പ്രാർത്ഥിച്ചുകൊണ്ട് യുദ്ധത്തിനൊരുങ്ങൂ രാമ എന്ന് പറയുകയാണ്. സൂര്യദേവനോട് നമ്മൾ ഇത് പ്രാർത്ഥിക്കേണ്ടതല്ലേ? ദിവസവും പ്രാർത്ഥിക്കണം. കാരണം നമ്മളെയൊക്കെ ഉണർത്തുന്നത് വാസ്തവത്തിൽ ആരാണ്? ആരോഗ്യത്തോടെ നിലനിർത്തുന്നത് ആരാണ്? ചവനപ്രാശിയാണോ? അല്ല, ആരോഗ്യത്തോടെ നിലനിർത്തുന്ന ആഹാരമാണ്. ആഹാരം വരുന്നത് സൂര്യദേവനിൽ നിന്നാണ്. എന്ന് മാത്രമല്ല, നമ്മളെയൊക്കെ പ്രായം കൊണ്ട് മുന്നോട്ട് നയിക്കുന്നതും സൂര്യദേവനാണ്. ഓരോ ദിവസം അസ്തമിക്കുന്ന സമയത്ത് ആയുഷക്കണ്ഡമാദായ രവി അസ്തം ഗമിഷ്യതി, ആയുസിന്റെ കഷ്ണവും എടുത്തുകൊണ്ട് സൂര്യൻ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ നമ്മളെ പ്രായം കൊണ്ട് മുന്നോട്ട് നയിക്കാൻ സൂര്യദേവന് സാധിക്കുമെങ്കിൽ സൂര്യദേവനോട് പറയേണ്ടത്, നന്മയിലേക്കും എന്നെ നയിക്കാൻ എനിക്ക് സാധിക്കണമേ സൂര്യദേവ. ഇപ്രകാരമൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീരാമസ്വാമി യുദ്ധത്തിന് തയ്യാറായപ്പോ അതാ മറ്റൊരാൾ കടന്നു വരുന്നു. ഇന്ദ്രന്റെ സാരഥിയായ മാതലി കടന്നു വരുന്നു.